ഹായ് ഹലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഞാനൊരു ചെല്ലാനത്തുകാരത്തെയാണെന്ന്. ചെല്ലാനം പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളൻ്റെ പെരുന്നാൾ നടക്കുവാണ്. ഇന്ന് ശനിയാഴ്ച വേസ്പര ദിനമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചെല്ലാനം പള്ളി പെരുന്നാൾ കൂടാൻ പോവുകയാണ്. പെരുന്നാൾ വിശേഷങ്ങളും എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും ഞാൻ കാണിച്ചു തരാം. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുർബാന കഴിഞ്ഞ് ഇതേ പുണ്യാളൻ്റെ വേസ്പര പ്രദക്ഷിണം നടക്കുവാണ്. പ്രദക്ഷിണത്തിൻ്റെ വിശേഷങ്ങൾ കാണാം. എറണാകുളം ജില്ലയിലെ ചെല്ലാനം എന്ന തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ഒരു ലത്തീൻ കത്തോലിക്ക ദേവാലയമാണ് സൗത്ത് ചെല്ലാനം സെൻറ് ജോർജ് ചർച്ച്. ആലപ്പുഴ രൂപതയുടെ കീഴിലുള്ള കണ്ടക്കടവ് ഫെറോനയിലാണ് ഈ പള്ളി ഉൾപ്പെടുന്നത്. 1831 ഈ ദേവാലയം ഇവിടെ സ്ഥാപിതമാകുന്നത്. ചെല്ലാനത്തെ വിശ്വാസികൾക്ക് ആത്മീയ സേവനം നൽകുന്നതിനോടൊപ്പം സമുദ്രതീരത്തെ കത്തോലിക്ക സമൂഹത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക കേന്ദ്രമാണ് ഈ ദേവാലയം. വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമധേയത്തിലുള്ള ഈ പള്ളിയിലെ പ്രധാന തിരുനാൾ വിശ്വാസികൾ വളരെ ഭക്തിയോടുകൂടെയാണ് ആഘോഷിക്കുന്നത്. കുരിശ് പിടിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരെ കണ്ടോ? അതിൽ രണ്ടാമത്തെ ആ ഗോൾഡൻ കളറിൽ കുരിശ് പിടിച്ചേക്കുന്നത് എൻ്റെ അച്ചാച്ചനാണേ. വേസ്പർ പ്രദക്ഷിണത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദേ ഇപ്പോൾ കടന്നു വരുന്ന ഉരുള് നേർച്ചയും നരങ്ങ് നേർച്ചയുമാണ്. ഇതാണ് ഞങ്ങളുടെ മെഹൂസ്, എൻ്റെ ആങ്ങളയുടെ മോളാട്ടോ. എമിലുവിനെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ അവൾ എടുത്തുകൊണ്ട് വരുവേ. ഇപ്പോഴാണ് അവൾ എമിലുവിനെ കണ്ടത് പള്ളി വന്നിട്ട്.
ദേ ഈ ചുവപ്പ് സുന്ദരിനെ കണ്ടില്ലേ? ഇതാണ് എൻ്റെ ചേച്ചമ്മ. കഴിഞ്ഞ ഒരു വർഷക്കാലം പുണ്യാളം നൽകിയ എല്ലാ നന്മകൾക്കുമുള്ള നന്ദി പറച്ചിലാണ് ഈ ഉരുള നേർച്ചയും നിരങ്ങ് നേർച്ചയും. വർഷങ്ങൾ പഴക്കമുള്ള ഈ നേർച്ചകൾ ഇപ്പോഴും വിശ്വാസികൾ വളരെ ഭക്തിയോടുകൂടെ തന്നെയാണ് നിർവഹിക്കുന്നത്. ഉരുള നേർച്ചയായിട്ടും മുട്ടൽ നിറങ്ങിയായിട്ടും വരുന്ന വിശ്വാസികൾ ആ നേർച്ച കഴിഞ്ഞ് വാതിൽക്കലിരിക്കുന്ന പുണ്യാളൻ്റെ മുമ്പിൽ ചെന്ന് മനസ്സ് നിറഞ്ഞ് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ഇനി വരുന്ന ഒരു വർഷക്കാലം പുണ്യാളൻ കൂടെയുണ്ട് എന്നുള്ള ധൈര്യം, അതാണ് ആ സുഖം. പ്രദക്ഷിണയും വെടിക്കെട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുണ്യാളൻ്റെയും മറ്റ് വിശുദ്ധന്മാരുടെയും രൂപം തിരിച്ച് പള്ളിയിലോട്ട് കയറ്റി വന്നു. ഇതാണ് കേട്ടോ എൻ്റെ മൂത്താങ്ങള. ചേട്ടൻ ഇവിടെ ഇല്ല, പുറത്താണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പെരുന്നാളിൻ്റെ അവിടുത്തെ കഴിഞ്ഞിട്ട് ഒരു വെള്ളം കുടിക്കാൻ കയറിയതാണ്. അപ്പം ചേട്ടൻ വിളിച്ചു. അങ്ങനെ കുറച്ച് നേരം ചേട്ടനുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടെ അതേ നേർച്ച ഇടാനായിട്ട് പോവാണ്. ഓരോ വീടുകളിലും പുണ്യാളൻ്റെ കുന്തം വെച്ചിട്ട് അത് നേർച്ചയായിട്ട് കൊണ്ടുവരുന്ന ചടങ്ങാട്ടോ ഇത്. പാമ്പിൻ്റെയും മറ്റ് പൈശാചിക ബന്ധങ്ങളിൽ നിന്നും നമുക്കുള്ള വിടുതലാണ് ഈ പ്രാർത്ഥന. പുണ്യാളൻ്റെ കാലിൽ തൊട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ഇന്ന് വരെ ലൈഫിൽ സാധിക്കാതിരുന്നിട്ടില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൂത്ത ചേട്ടൻ ഇവിടെ ഇല്ല എന്ന്. അപ്പം മൂത്ത ചേട്ടൻ വീഡിയോ കോൾ ചെയ്തപ്പോൾ അച്ചാച്ചൻ എല്ലാ രൂപങ്ങളും കാണിച്ചു കൊടുക്കുവാണ്. പുണ്യാളൻ്റെയും മാതാവിൻ്റെയും ഔസേപിതാവിൻ്റെയും മദർ തെരേസയുടെയും രൂപങ്ങൾ ചേട്ടക്ക് പ്രാർത്ഥിക്കാനായിട്ട് അച്ചാച്ചൻ ഇങ്ങനെ വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കുവാണ് അച്ചാച്ചൻ. അതിൻ്റെ ഇടയ്ക്ക് ഈ കുരുത്തം കെട്ടതിൻ്റെ കളി കണ്ടില്ലേ? അങ്ങനെ അവരെല്ലാവരും കൂടെ കാറിൽ പറഞ്ഞിട്ട് ഞാനും ചേച്ചിയും ഇച്ചായനും കൂടെ അവിടെ കൂടെ നടന്നു കേട്ടോ. ഞങ്ങൾ നടന്നു വരാൻ, നിങ്ങൾ കാറിൽ പൊക്കോളാൻ പറഞ്ഞു. നമ്മുടെ പഴയ ഒരു നൊസ്റ്റ് ഫീലാണല്ലോ ഇത്. നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ് എല്ലാവരും കൂടെ നടന്നു പോകുന്നതും വർത്താനം പറഞ്ഞു പോകുന്നതും. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഞങ്ങളുടെ പുണ്യാളൻ്റെ രൂപമാട്ടോ ഇത്. അമ്മച്ചി എപ്പോഴും പറയും, റിൻസി എവിടെ പോയാലും ഞാൻ പുണ്യാളനെ പുറകെ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന്. ബാധിക്കാതിരിക്കുന്ന പുണ്യാളൻ്റെ വിശ്വാസം കേട്ടോ അത്. ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ഈ ഒരു നാടിൻ്റെ തന്നെ കാവൽക്കാരനാണ് വിശുദ്ധ ഗീവർഗീസ് സഹദായ.
അങ്ങനെ ദേ വീട്ടിൽ വന്നപ്പോൾ അമ്മച്ചിയും ചേച്ചിയും കൂടെ നല്ല സൂപ്പർ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. മോര്, അച്ചാർ, പിന്നെ അത് ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, ക്യാബേജ് തോരൻ, ചെമ്മീൻ, മീൻ, ചിക്കൻ, അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് ഞങ്ങളൊരു പിടി അങ്ങ് പിടിച്ചു. അങ്ങനെ ദേ ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ മനസ്സും വയറും നിറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി. അങ്ങനെ വേസ്പര ദിനം വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി വരാം. ബൈ ബൈ.